ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തനി നാടൻ സ്റ്റൈലിൽ വെക്കുന്ന തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തല വരട്ടിയത്. അപ്പോൾ നല്ല ടേസ്റ്റിയായ തനി നാടൻ രീതിയിൽ വെക്കുന്ന തലക്കറി എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, 3 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 കിലോ മീനിൻ്റെ തലയാണ്. നല്ല മാംസമുള്ള തലയാണ്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി കല്ലുപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മീനിൽ ഇതുപോലെ കല്ലുപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ നന്നായി ഉപ്പൊക്കെ ഈ മീനിലും തലയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങക്ക് കുറച്ച് പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ വാളംപുളി എടുത്തത്. പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ കറിയും തലക്കറിയൊക്കെ വെക്കുമ്പോൾ ചട്ടിയിൽ വെക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ വലിയ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി നന്നായി ചൂടായാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 1.5 കിലോ മീനിൻ്റെ അളവായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോൾ അത് നന്നായി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലത്തേക്ക് സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരണം. അതിനു വേണ്ടി നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഓരോരോ നാട്ടിൽ ഓരോ രീതിയിലാണ് മീൻകറി വെക്കുക. അതുപോലെ തന്നെ ചിലവർ മല്ലിപ്പൊടി ചേർക്കും. നമ്മൾ പൊതുവേ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 രീതിയിൽ മീൻ കറി വെക്കും. ഒരു മീൻ കറീൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 10 ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ തലയൊക്കെ മുങ്ങാനുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗ്രേവി കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ വെക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിവെള്ളവും പിന്നെ 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. തല മുങ്ങാൻ പാകത്തിനാണ് ഞാനിവിടെ ഗ്രേവി ആക്കുന്നത്. അത്യാവശ്യം ഗ്രേവിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സമയത്താണ് മാങ്ങ ചേർക്കുന്നത്. ചിലവർ ലാസ്റ്റ് ഇറക്കുന്ന സമയത്താണ് മാങ്ങ ചേർക്കുക.
അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തലക്കറി കഴിക്കുന്ന സമയത്ത് ഇത് തലക്കറിയാന്ന് പറയേയില്ല, അത്രയ്ക്ക് മാംസം ഈ തലക്കറിയിലുണ്ട്. നന്നായിട്ട് മാംസമുള്ള തലയാണ്. അപ്പോൾ തല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ആ ഗ്രേവിയിൽ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മളെ തല വെന്ത് വരും. അപ്പോൾ 3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ച് നമുക്ക് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, പൊറോട്ടേൻ്റെ കൂടെ. ഈ സമയത്ത് കയ്യിൽ വെച്ച് മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മളെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ കറിവേപ്പില ചേർക്കുക, അപ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മണം തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പൊറോട്ടേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഉണ്ടാക്കിയ പൊറോട്ടയാണിത്. ഞാൻ പൊറോട്ടയിൽ മുട്ടയും പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലെയർ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് രാത്രി ഈ തലക്കറിയും പൊറോട്ടയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.